ഇന്നൊരു അവല് വിളയിച്ചതിൻ്റെ വീഡിയോ ആണ്. പണ്ട് ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമായത് കാരണം ഞങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനമായിരുന്നു ഈ അവല് വിളയിച്ചത്. ഇപ്പം ഇത് വല്ലപ്പോഴും കിട്ടുമ്പോൾ മറ്റേതൊക്കെ ഒരു നൊസ്റ്റുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവല് വിളയിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ആദ്യമേ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അടുപ്പിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും കൂടെ വറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനെ എടുത്ത് മാറ്റി വയ്ക്കണം. ഞങ്ങളുടേതൊരു ഗ്രാമപ്രദേശമായത് കാരണം അമ്പലങ്ങളിലും അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ സുലഭമായിട്ട് ഈ സാധനം ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എങ്ങനെ വരും നമുക്കിത് കഴിക്കാൻ കിട്ടും. പക്ഷെ ഇപ്പോൾ ഇത് ഒരു കൊല്ലത്തിലൊരിക്കലോ 1-2 പ്രാവശ്യം കഴിച്ചാലായി. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നല്ലപോലെ കഴുകി വറുത്ത് വെച്ചിരിക്കുന്ന എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്, കറുത്ത എള്ള്. അതും നമുക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് നെയ്യുടെ മണമെല്ലാം പിടിച്ച് നെയ്യിൽ കിടന്നൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്കതിനെ എടുത്ത് മാറ്റി വയ്ക്കാം. എൻ്റെ നാട്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്. അടുത്തടുത്തടുത്ത് കുറേ കൊച്ചു കൊച്ചു അമ്പലങ്ങളുണ്ട്. അവിടെ എല്ലാം പ്രസാദം മിക്കവാറും അവല് വിളയിച്ചതും നേന്ത്രപ്പഴവും ഒക്കെ തന്നെയായിരിക്കും. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയിലേക്ക് നല്ലപോലെ തേങ്ങ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുനുകുനാന്ന് ചിരണ്ടിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് അതിനകത്ത് കിടന്ന് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് അത് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലൊരു കാര്യം വീഡിയോയിൽ വന്നിട്ടില്ലേ, നമ്മളിതിന് മുമ്പായിട്ട് ഏലക്ക നന്നായിട്ട് പൊടിച്ച് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതുണ്ടാക്കുമ്പോൾ അടുക്കളയിൽ ഞാനും അമ്മയും കുഞ്ഞുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളപ്പം പഴയ കാര്യങ്ങൾ, ഞാൻ എൻ്റെ നാട്ടിലെ കാര്യങ്ങളും, അമ്മ ചെങ്ങന്നൂരുകാരിയാണ്. അമ്മ ചെങ്ങന്നൂരത്തെ പണ്ടത്തെ കഥകളും ഈ അവൽ നനയിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളുണ്ടാവും. അതുമൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷമൊക്കെ പറഞ്ഞായിരിക്കും ഞങ്ങളിത് ചെയ്യുന്നത്. മുമ്പ് എനിക്ക് ഈ ശർക്കര ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇഷ്ടമാണ്. അവല് നല്ല വെള്ള അവലാണ്. അത് ഒരു മുറത്തിൽ നന്നായിട്ട് പേറ്റി പെറുക്കിയെല്ലാം വെച്ചിരിക്കുന്നതാണ്. അതിനെടുത്ത് ഈ മിക്സിലേക്ക് ഇടുക. ഇത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കണം. സത്യത്തിൽ അവല് വിളയിക്കുന്നത് ഭയങ്കര ആനക്കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണ്. കുറച്ചൊന്ന് മെനക്കെട്ട എല്ലാ സാധനവും ഉണ്ടെങ്കിൽ എന്നാൽ അധികം സാധനം വേണ്ടതാണ്. നമുക്ക് വേഗം തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവല് വിളയിച്ചത്. അപ്പം അവല് ആ ശർക്കരയും നമ്മുടെ തേങ്ങയും കൂടെ ഉള്ള ആ മിക്സിലേക്കിട്ട് ആ അവലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുന്നേ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇത് ഇത്ര വലിയ കാര്യമായിട്ടൊക്കെ ചെയ്യുന്നെങ്കിലും ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായി. നിങ്ങൾ കണ്ടതല്ലേ, കുറച്ച് ശർക്കര, കുറച്ച് നല്ല തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ്, കടലപ്പരിപ്പ്, എള്ള്, നല്ല ഏലക്കാപ്പൊടി, അത് ഇച്ചിരി അധികം വേണേ, പിന്നെ അവലും. നമ്മൾ ഏറ്റവും അവസാനമാണ് ഏലക്കാപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഈ മിക്സിങ് കഴിയുന്നതോടുകൂടി നമ്മുടെ അവല് വിളയിച്ചത് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.